ഈ ഇരുമ്പ് കണ്ടുപിടിച്ചവനെ എന്റെ കയ്യിലെങ്ങനെ കിട്ടിയ ഇത് ഉരുക്കി അവന്റെ അണ്ണാക്കി ഒഴിച്ചു കൊടുത്തേച്ച് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താല്. ഓ ഇത് കഷ്ടമാന്ന് നോക്കണേ ചേട്ടാ. വാത്തല ശരിയാക്കണം. കാത്തല ശരിയാക്കുന്ന ഇവിടെ അല്ലടാ, അത് വല്ല ജുവലറിയിലെങ്ങാണ് കൊണ്ടുകൊടു. കാത്തല ശരിയാക്കേണ്ട കാര്യമല്ല, ഈ കത്തിയുടെ വാത്തല ശരിയാക്കണ പറഞ്ഞത്. അത് ഞാൻ ശരിയാക്കി തരാം. അല്ല നിനക്കെന്തിനാ ഈ കത്തി? എന്റെ ഭാര്യക്ക് ഒരു കാമുകനുണ്ട്, അവനൊന്ന് വീശാനാ. ലോകത്തിൽ ആദ്യമായിട്ട് കേൾക്കുക സ്വന്തം ഭാര്യയുടെ കാമുകന് വീശി കൊടുക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ബിരിയാണിയും കൂടെ മേടിച്ചു. ഓ അല്ല നീ എവിടുത്തെ? നിന്നെ കണ്ടിട്ടില്ലല്ലേ? എന്നെ മനസ്സിലായില്ലയോ? ഇല്ല. ഞാൻ മേലെപ്പറമ്പിൽ സുന്ദരന്റെ മകൻ സുനിൽ. നീ എവിടെ താമസം? താഴെപ്പറമ്പില്. അപ്പൊ മേലെ പറമ്പിലോ? അത് വിറ്റ് പുട്ടടിച്ചല്ലേ. അപ്പൊ താഴെ പറമ്പിലോ? അത് വിറ്റ് പുട്ടടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല നിനക്ക് എവിടെ ജോലി? ഞാൻ ഈ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് പോകുന്നല്ലേ. ബാഹുബലി സിനിമ കണ്ടുണ്ട് ചേട്ടൻ? കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഞാനുണ്ട്. ആ പന വളച്ചു വിടുന്ന സീനില്ലേ, അതിൽ 10 ഭടന്മാരിൽ ഒരു ഭടൻ ഞാനാ. ബാഹുബലിക്കകത്ത് എവിടെടാ 10 നടന്മാര്? നടന്മാരല്ല ചേട്ടാ, ഭടന്മാർ. ഭടന്മാർ? അങ്ങനെ പറ. അങ്ങനെ ഈ പനങ്ങനെ വളച്ചു വളച്ചു വളച്ച് ഒരൊറ്റ വിടലല്ലേ. 9 ഭടന്മാര് കൊട്ടാരത്തിലെത്തി. ഞാൻ ബദാമിലെത്തി. ബദാമിലോ? ഗുദാമില്. ഗുദാമിലോ? ദമാമില്. ദമാമില്? അവിടെ നിന്ന് നീ തിരിച്ചെത്തി? തിരിച്ചെത്തി വളച്ചിങ് പോകുന്നില്ലേ? പനയല്ല, അറബിയുടെ പെണ്ണുമ്പിള്ളയെ. എടാ മുള്ളി എന്ന് ഇല വീണാലും ഇല എന്ന് മുള്ള വീണാലും ആർക്കാ കേട്? അറബിക്ക. അറബിക്ക അല്ല, കത്രിക്ക. നീ അവിടെ നിന്ന് ഈ താക്കോലൊന്ന് ശരിയാക്കട്ടെ. താക്കോലോ? ആർക്കാ ചേട്ടാ താക്കോല്? എടാ ഇത് ഡോക്ടർക്ക് കൊടുക്കാനാ. ഡോക്ടർക്ക് എന്നത്തിന് താക്കോല്? എടാ ശസ്ത്രക്രിയക്ക്. ശസ്ത്രക്രിയക്ക് താക്കോലോ? എടാ ഓ നീ കേട്ടിട്ടില്ലയോ? ഇല്ല. താക്കോൽദാര ശസ്ത്രക്രിയ എന്ന് കേട്ടിട്ടുണ്ടോ? അതിനിവിടെ താക്കോൽ വെടിഞ്ഞോണ്ട് പോകുന്നത്. ചേട്ടാ ഇത്രയും ഭാരമുള്ള പണി ചേട്ടൻ തന്നെ തെരഞ്ഞെടുത്തത്? എനിക്ക് നേരത്തെ ചാക്കിനകത്ത് പഞ്ഞി നിറയ്ക്കുന്ന പണിയായിരുന്നു. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ് എന്തെങ്കിലും വെയിറ്റ് ഉള്ള പണി എടുക്കണേന്ന്. അങ്ങനെ ഞാൻ ഈ ഇരുമ്പിന്റെ പണി എടുത്തേ. അപ്പൊ ചേട്ടന്റെ ഭാര്യ എന്ത് പറഞ്ഞാലും ചേട്ടൻ കേൾക്കും. പിന്നെ വല്ലവന്റെ ഭാര്യ പറഞ്ഞ കേൾക്കാതിരിക്കുന്ന ആരടാ? വല്ലവന്റെ ഭാര്യയോ? വല്ലവന്റെ ഭാര്യയല്ല, വല്ലവൻ എന്ന് പറഞ്ഞാ ഞാനാ. എന്റെ ഭാര്യയുടെ ഭാര്യ ഞാൻ പറഞ്ഞേ. അതിനൊക്കെ എന്റെ ഭാര്യ എന്നോട് ഒരക്ഷരം മിണ്ടത്തില്ല. അത്രയ്ക്ക് പേടിയാ നിന്നെ? പേടിച്ചിട്ടല്ല, പിന്നെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം ഞാൻ അവൾക്ക് വലിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. പിന്നെ ഊണും ഉറക്കും ഒക്കെ അതിലാ. ചേട്ടാ വർത്താനം പറയുന്നത് ശരിയാക്കി തായോന്ന്. ഇത് ഞാൻ ശരിയാക്കി തരാം. അയ്യോ അയ്യോ, ഇങ്ങനെ ഉറക്കടിച്ചത് പൊട്ടത്തില്ലയോ? ചേടാ ഇരുമ്പിനകത്ത് അടിക്കുമ്പോ സൂക്ഷിച്ചടിക്കണം. ഇരുമ്പെന്ന് പറയുന്നത് ഈ നമ്മൾ അടിക്കുമ്പോ അത് അറിയുകയും ചെയ്യരുത്, അതിനൊന്നും സംഭവിക്കുകയും ചെയ്യരുത്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, രാത്രി 12 മണിക്ക് ശേഷം അടിച്ചാൽ മതി. അപ്പോഴോ? അപ്പൊ ഇരുമ്പ് ഉറങ്ങത്തില്ലയോ? നിനക്ക് ഇരുമ്പിനെ കുറിച്ച് വല്ലതും അറിയാമോ? അറിയത്തില്ല. അറിയത്തില്ല. എന്നാൽ ഇരുമ്പെന്ന് പറയുന്നത് 2 ഇനം ഉണ്ട്. 2 ഇനം ഉണ്ട്. ഒന്ന് ആണിരുമ്പും ഒന്ന് പെണ്ണിരുമ്പും. അതെങ്ങനെ തിരിച്ചറിയാം? അത് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പെടുത്ത് നീ താഴോട്ടിട്ടാൽ ഒരു മൂലയെ പോയി കിടക്കുവാണെങ്കിൽ അത് ആണിരുമ്പ്. അയ്യോ പാവം. അത് നീ വേറൊന്നും ഇട്ട് നോക്കുവാണെങ്കിൽ അത് ബലബലബലാതെ കിടന്ന് ചിലക്കുവാണെങ്കിൽ അത് പെണ്ണിരുമ്പ്. ഓ അറിയാമോ? അല്ല നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ പെങ്കത്തിനെ നീ ഇങ്ങോട്ടൊന്നും കൊണ്ട് കാണിച്ചിട്ടൊന്നുമില്ലേ? ഇല്ല. പെണ്ണ് കാണാനൊക്കെ എങ്ങനെണ്ടാ? കാണാൻ സുന്ദരിയാട്ടാ. അവളെ തലയിൽ പൂവൊക്കെ വെച്ചിട്ട് ഒരു വരവുണ്ട്. എന്നാ നീ സൂക്ഷിക്കണം. തലേ പൂവുണ്ടെങ്കിൽ അത് കോഴിയായിരിക്കും. കോഴിയോ? അല്ല ഈ കോഴി എന്ന് പറയുന്നത് തലേ പൂവുണ്ട് മയിലിനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അത് അങ്ങനത്തെ പൂവല്ലേ ചേട്ടാ? പറയുമ്പോ എനിക്ക് ആകെ തല കറങ്ങണ പോലെ തോന്നുന്നുണ്ട്. തല കറങ്ങുന്നെങ്കിലേ നീ സൂക്ഷിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു സ്വിച്ച് മേടിച്ച് ഫിറ്റ് ചെയ്താൽ മതി. തലയിലോ? എടാ നിന്റെ വീട്ടിൽ ഫാൻ ഉണ്ടോ? ഉണ്ട്. അത് കറങ്ങും. കറങ്ങും. അത് നിക്കാൻ വേണ്ടി നീ എന്തോ സ്വിച്ച് ഓഫ് ചെയ്യും. അതുപോലെ ചെയ്താ പോരെ? അപ്പൊ തലകറക്കം നിക്കും? തലകറക്കമല്ല, നിന്റെ ശ്വാസം വരെ നിൽക്കും. അയ്യോ ചേട്ടാ, ഇനി എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. എന്നെ ഈ പണിയൊന്ന് പഠിപ്പിക്കാവോ? ചേടാ നിന്നെ പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ദക്ഷിണ ഉണ്ടോ? ദക്ഷിണേന്ത്യയിലല്ലേ നമ്മൾ നിൽക്കണത്? ദക്ഷിണേന്ത്യയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. ദക്ഷിണ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ പണി പഠിപ്പിക്കാന്ന്. ദക്ഷിണ ഇല്ല. ഇല്ല. എടാ എന്റെ അപ്പൂപ്പനൊക്കെ പേര് കേട്ട കക്ഷികളാ. നിനക്കറിയാമോ? ഇല്ല. ഇല്ല. നീ വടക്കം പാട്ടെന്ന് കേട്ടിട്ടുണ്ടോ? വടക്കം പാട്ടായാലും തെക്കം പാട്ടായാലും പടിഞ്ഞാറൻ പാട്ടായാലും പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഓ നീ ചന്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വടക്കം പാട്ടില്ലേ? വടക്കേ വീട്ടിലെ ചന്തു എനിക്കറിയാം. എടാ ഇവനെ ഞാൻ പാര വെച്ച് അടിക്കും ഞാൻ. വടക്കേ വീട്ടിലെ ചന്തു അല്ല, വടക്കം പാട്ടിലെ ചരിത്രത്തിൽ ചന്തു. അറിയത്തില്ല. അറിയത്തില്ല? ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, ചരിത്രം അറിയാത്തവനൊന്നും കൂടെ പണിക്കെടുക്കത്തില്ല. അയ്യോ അങ്ങനെ പറയല്ല ചേട്ടാ, എങ്ങനെയും പണി ഒന്ന് പഠിപ്പിക്കുക. എനിക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ടാ. നിന്നെ പണി പഠിപ്പിക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് പിടി. ഞാൻ പറയുമ്പോ നീ ആപ്പിനകത്തൊന്ന് അടിക്കണം. ടെസ്റ്റ് ചെയ്തിട്ട് നിന്നെ ഞാൻ പണിക്കെടുക്കുന്നുള്ളൂ. അതല്ലേ? ഒന്ന് അടിച്ച് ഇതിലടിക്കണം. 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 അടിക്കട്ടെ? അടിക്കണം. ഓ നീ കൊള്ളുന്നില്ല, ഉറക്കം അങ്ങോട്ട് അടിക്കണ. അടിക്കട്ടെ? അതും കൊണ്ടില്ല. എടാ ഉറക്കം അടിക്കാൻ. എടാ ആപ്പിനകത്ത് അടിക്കാൻ, തലക്കടിക്കാൻ. അയ്യോ